ജില്ലയിലെ അതിർത്തി ചെക്ക് പോസ്റ്റിന് സമീപം ലോറിക്ക് മുകളിൽ മരം വീണ് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജെയിനിസ് രാജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയിൻ, ആ ലോറിയിൽ ഉണ്ടായിരുന്ന ആളെ പുറത്തിറക്കാൻ തന്നെ വലിയ പരിശ്രമം നടത്തേണ്ടി വന്നിരുന്നു. ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു മണിക്കൂറിലധികം സമയമെടുത്താണ് വാഹനത്തിന് മുകളിൽ നിന്ന് ഈ മരം മുറിച്ചു മാറ്റിയത്. വാഹനത്തിലുണ്ടായിരുന്ന ആളുടെ ആരോഗ്യനിലയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെ തമിഴ്നാട്ടിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മരം വീഴുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ ആദ്യം തന്നെ കാര്യമായ പരിക്കുകളില്ലാതെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ കുമളിയിലെ തന്നെ താലൂക്ക് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ഈ വാഹനത്തിൽ കുടുങ്ങിയ മൂന്നാമത്തെ ആളെ പുറത്തേക്ക് എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അദ്ദേഹത്തിന് ഏത് തരത്തിലുള്ള പരിക്കാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ശരീരത്തിൽ അനക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശത്തെ ദൃക്സാക്ഷികളടക്കം പറയുന്നത്. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വ്യക്തമായി പറയാൻ കഴിയൂ. കേരള അതിർത്തിക്ക് അപ്പുറത്താണ് ഈ അപകടമുണ്ടായത്. അവിടെ തമിഴ്നാടിന്റെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിന്റെ സമീപത്താണ് മരം മറിഞ്ഞു വീണത്. ലോറിക്ക് മുകളിലും അതോടൊപ്പം തന്നെ ബസ്സിന് മുകളിലേക്കും മരം പതിക്കുകയായിരുന്നു. ആര്യ.